മുമ്പ് ഒരു ഫംഗ്ഷനിൽ രജതറ പറയുന്നത് കേട്ടിട്ടുണ്ട്, സംവിധായകൻ ജോഷി സാറിനായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത് അങ്ങനെ അവരെയൊന്നും മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ എൻ്റെ ചിറ്റപ്പനായിട്ട് വരും എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയും അദ്ദേഹത്തിന്റെ അമ്മയും അനിയത്തിയും ഞാൻ വർക്കലയാണ് ജനിച്ചത്, വർക്കലയാണ് വളർന്നു തുടങ്ങിയത്. അപ്പൊ ജോഷി എന്ന് പറയുന്നത് എൻ്റെ ചിറ്റപ്പനാണ്, ജോഷി ചിറ്റപ്പനാണ്. ഞാനിപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വന്നിട്ട് മാക്ടൈഡ് ഒരു ജോൺ പോൾ ഹോൾ ഉദ്ഘാടനത്തിന് ചെല്ലുമ്പോൾ ഞാൻ ഗസ്റ്റായിട്ട് അവിടെ പോയിരുന്നു. അപ്പം സാറാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ചിറ്റപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കില്ല, കാരണം അത്രയും വലിയ ഉന്നതങ്ങളിലാണ്. അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പോയി ബഹുമാനത്തിൽ നിന്നു. എന്നെ ഇങ്ങനെ അതേ നോക്കിയിട്ട് ഇതിനെ കുറിച്ച് സോണി അവിടെ വീട്ടിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, നീ ഏതൊക്കെ ഷോയിലൊക്കെ പങ്കെടുക്കും, അപ്പൊ എന്നെ അറിയാം, ഞാൻ ചെയ്യുന്നറിയാം. അങ്ങനെയുള്ള എന്റെ ഇത്രയും വലിയൊരു ഡയറക്ടറടുത്ത് ഞാൻ പോയി എന്റെ വേഷം ചോദിക്കുന്നത് ശരിയല്ല. അല്ല, അപ്പൊ ഞാൻ ചോദിച്ച ഈ ചെറുപ്പത്തിൽ അപ്പൊ ആ ഒരു ബന്ധമില്ലായിരുന്നു. ബന്ധമില്ലാത്ത ഇപ്പൊ ഇനിയിപ്പം ഈ ചോദ്യത്തിൽ എനിക്ക് രഹസ്യം പൊട്ടിക്കേണ്ടി വരും. കാരണം എന്റെ അമ്മ വലിയ നായർ തറവാട്ടിലെ ഒരു മെമ്പറും എൻ്റെ അച്ഛൻ ഇഴവ ഒരു വിപ്ലവ കല്യാണമായിരുന്നു. 50 വർഷം മുമ്പുള്ള വിപ്ലവമാണ്, അതാണ് ഓർക്കണം കേട്ടോ. ഞാൻ അമ്മയെ NSS നായർ കുടുംബത്തിൽ നിന്ന് പുറത്തൊക്കെ ആക്കി. സാധാരണ ഈഴവന് ജനിച്ചു പോയത് കൊണ്ട് NSS നമ്മളെ അന്ന് കൈവിട്ടു. നായർ അമ്മയ്ക്ക് ജനിച്ചത് കൊണ്ട് SNDPയും കൈവിട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെരുവഴിയിലായിപ്പോയ ഒരു ആയിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം രണ്ട് വിഭാഗങ്ങൾക്കും അതിനുശേഷം ഞാൻ വളർന്ന് കയറി വന്നപ്പോൾ ഞാൻ അവർക്കെല്ലാം കൗൺസിലിംഗ് ഷോ നടത്തി. ഏകദേശം 10-30ഓളം NSS കരയോഗങ്ങൾക്ക്, 10-45 SNDP കരയോഗം ഉൾപ്പെടെ ഞാൻ. അതുകൊണ്ടാണ് ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ബൈബിളും ഖുർആനും ഗീതയൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് നോക്കിയത്. അപ്പൊ എനിക്കത് ഗുണം ചെയ്തു, മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് എന്നെ വളർത്തിയത് കുട്ടിയിലെ മുസ്ലിം സഹോദരങ്ങളാണ്. ഞാൻ പഠിച്ചു ഉയർന്ന് കയറി വരാൻ കാരണം ക്രിസ്ത്യൻ കോളേജാണ്, മാർവേനിയസ് കോളേജിന്റെ പ്രോഡക്റ്റാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ 3 വേദഗ്രന്ഥങ്ങളും 3 പേരും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്നാണ്. ഞാൻ ഈ വേദപുസ്തകം കയ്യിലെടുക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങി. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു കേട്ടോ, ഞാൻ പേര് പറഞ്ഞേ, സൂരജിന്റെ ഇന്റർവ്യൂ ഞാൻ പലപ്പോഴും ആസ്വദിച്ചാണ് ചെയ്യുന്നത്. കാരണം സൂരജ് ഈ സാധാരണ മറ്റുള്ളവർ ചോദിക്കുന്ന കണക്ക് ഉടായ്പ ചോദ്യങ്ങളല്ല ചോദിക്കുക, ഇൻഫർമേറ്റീവ് ആയിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള രീതിയിൽ ഇൻഫർമേഷൻ കിട്ടണമെന്നുള്ള സൂര്യന്റെ ചോദ്യങ്ങൾ എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചിറ്റപ്പൻ എന്നുള്ള നിലയിൽ എറണാകുളത്താണ് ജോഷി ചിറ്റപ്പൻ താമസിക്കുന്നത്. ഞാൻ അവിടെ പോയി ശല്യപ്പെടുത്താറില്ല, ചോദിക്കാറില്ല. നമ്മൾ പെർഫോമൻസ് ചെയ്ത് ഇപ്പം ബിഗ് ബോസിൽ എൻ്റെ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മെമ്പേഴ്സ് പലരും കണ്ടു. അതുപോലെ ഞാൻ ചെയ്യുന്ന സിനിമകളിലെ എൻ്റെ ക്യാരക്ടറുകൾ അദ്ദേഹം കണ്ടു കഴിയുമ്പോൾ ഇവനെ എന്നാ അടുത്തേൽ വിളിക്കാം, ഇവന് ആ ഒരു ക്യാരക്ടർ കൊടുക്കാം എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ നമ്മൾ കഴിവോടുകൂടി ചെയ്യുമ്പോൾ ഒരു അഭിമാനം ഉണ്ടല്ലോ. മറ്റത് പിന്നെ ഇല്ല, റെക്കമെൻഡേഷൻ പോലെയൊക്കെ ആയില്ലേ. പിന്നെ നമ്മൾ ശല്യം തയ്ക്കാതെ വരുമ്പോൾ പുള്ളി പറയാം എന്നാ പിന്നെ അവനെ മറ്റൊരു ചെറിയ വേഷം കൊടുക്കുക എന്നൊക്കെ പറയാം. അങ്ങനെ വേണ്ട. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകുന്നു. ഇപ്പൊ ലാലേട്ടനെ ഞാൻ ശല്യപ്പെടുത്താറില്ല, മമ്മൂക്കയെ ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്.